ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശിൻ്റെ മനസ്സിലുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദേവയാനി, അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുക, അതാണ് ആദർശ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദേവയാനിയാണെങ്കിൽ അതിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. ദേവയാനി ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ അതിന് മുന്നേ ആണെങ്കിൽ ആദർശിനെ എല്ലാവരും കൂടിയിട്ടൊന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. നയനേനെ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മേനെ നയനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അമ്മ തിരിച്ചും സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇവരുടെ ഈ ഒരു അഭിനയം, അതാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത് നയനയോട്. അവൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയായിരുന്നു, പക്ഷെ അവളത് ഒളിപ്പിച്ച് വെക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അമ്മ നയനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും അവൾ എന്നോട് അത് പറയാതെ വെച്ചത് എനിക്ക് ഒരിക്കലും അത് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റുന്ന ഒരു കാര്യമില്ല എന്ന് ആദർശ് അവരോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുമായിട്ടുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കണമെന്നൊക്കെ പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ദേവേനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് കരൾ തന്നത് നയനയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നയന തന്നെയാണ്. ഞാനെല്ലാം ഇപ്പം നിങ്ങളോട് ഏറ്റു തുറന്ന് പറഞ്ഞില്ലേ, ഇനിയെങ്കിലും നയനമോളെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുകയാണ് ദേവയാനി. പിന്നീടാണെങ്കിൽ നമ്മുടെ ആദർശം നയനയൊക്കെ പഴയ പോലെ തന്നെ സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ നയനയ്ക്കൊരു വയ്യായി വരികയാണ് കേട്ടോ, ബോധം കെടുകയാണ് നയന. അത് അറിയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു ഷോക്കാവാണ്. കാരണം ഒരു കാര്യത്തിൽ ദാനം കൊടുത്തിട്ട് ഇപ്പോൾ മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടെ ആ ഒരു വീഴ്ച എല്ലാവരെയും ഒന്ന് കുലുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.